ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. കേരളത്തിൽ നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ കാദിമാർ അറിയിച്ചു. പൊന്നാനിയിലും കാപ്പാടും വർക്കയിലും ഉൾപ്പെടെ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് റമദാൻ വ്രതാരംഭം കാദിമാർ സംയുക്തമായി പ്രഖ്യാപിച്ചത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഷഅബാൻ 29 പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും മാസപ്പിറവി വീക്ഷിക്കാൻ സജ്ജീകരണം ഒരുക്കിയിരുന്നു. മാസപ്പിറ ദൃശ്യമായെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഖാദിമാർ മാസപ്പിറവി സ്ഥിരീകരിച്ചു. ജിഫ്രി മുത്തുകോയത്തങ്ങൾ, പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ, മുഹമ്മദ് കോയത്തങ്ങൾ, ജമലുലൈലി, ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഹാരി, പാളയം ഇമാം VP സുഹൈബ് മൗലവി തുടങ്ങിയവർ സംയുക്തമായാണ് റമദാൻ വ്രതാരംഭം പ്രഖ്യാപിച്ചത്. പരിശുദ്ധ റമദാൻ മാസപ്പിറവി ദൃശ്യമായി എന്നുള്ള ഉറപ്പ് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ റമദാൻ മാസം ഒന്നായി ഉറപ്പിച്ചതായി മുസ്ലിം സമൂഹത്തെ അറിയിക്കുന്നു. പൊന്നാനി മാസം കണ്ടതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ ചന്ദ്രപ്പിറ കണ്ടതായി പ്രഖ്യാപിക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ ദിനരാത്രങ്ങളാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് റമദാൻ. പകൽ സമയം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, പകലും രാത്രിയുമായി നമസ്കാരവും ഖുർആൻ പാരായണവും പുണ്യപ്രവർത്തികളുമായി ഒരു മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾ സജീവമാകും. ആത്മസംസ്കരണത്തിന്റെ മാസമാണ്, കാരുണ്യത്തിന്റെ മാസമാണ്, നരക വിമോചനത്തിന്റെ മാസമാണ്. കാരുണ്യവും മഹ്ഫിറത്തും, അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധരായിക്കൊണ്ട് റമദാൻ മാസത്തെ ധന്യമാക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാക്കണം. ലഹരിയുടെയൊക്കെ അടിമകളായിക്കൊണ്ട് നമ്മുടെ യുവസമൂഹം വ്യതിചലിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഈ റമദാൻ മാസത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മീഡിയ 1 കോഴിക്കോട്.